അതുകൊണ്ട് മഞ്ഞപ്പത്രങ്ങൾ മാത്രമാണ് ഇവരെ പൊക്കിക്കൊണ്ട് നടന്നത്. ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. യുവനടി എന്നുള്ള പേരിന്റെ ഭാഗത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമായിരിക്കും. ഞാനത് ചേർക്കുന്നില്ല, ജനങ്ങൾ ചേർത്താൽ മതി. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്തോ വലുതാവാൻ വേണ്ടിയിട്ട് ചെയ്ത് അവസാനം പുലി പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് റിനി ആൻഡ് ജോർജ് പറയുന്നത് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വിഷയത്തിൽ അവരാരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ എന്നിട്ട് കൂടിയും ആരും സിനിമയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനോഗ്രേഷൻസ് ഇല്ല, എനിക്ക് ഇതിന്റെ പേരിൽ പൈസ ഉണ്ടാക്കണ്ട എന്നാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത് എന്നുള്ളത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ തിളയ്ക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ റിനി ആൻഡ് ജോർജ് എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പം നാണം കെട്ടിട്ട് അവസാനം വന്നിട്ട് നമ്മുടെ മാധ്യമത്തിൽ, അതായത് റിപ്പോർട്ട് ചാനൽ കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്താണ് മാധ്യമങ്ങൾ പറയുന്നതെന്നും എന്താണ് രാഹുൽ ഈശ്വറിന്റെ നിലപാടെന്നും ഞാൻ അതുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് പോകാം റിനി ആൻഡ് ജോർജ്, യുവനടി റിനി ആൻഡ് ജോർജിന്റെ പരാമർശങ്ങൾ.